ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായ മിലാനിലാണ്. ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മൾ ട്രെയിൻ വന്നിറങ്ങുന്നത്. ഇറ്റലിയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ വലിയൊരു കെട്ടിട സമുച്ചയമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പഴയ ഒരു പുരാതനമായ രീതിയിൽ ബിൽഡ് ചെയ്ത ഒരു കെട്ടിടമാണിത്. ഇത് തന്നെ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഞങ്ങൾ ഇവിടെ കുറേ നേരം കറങ്ങി നടന്ന് കണ്ടു. അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് വാട്ടറൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ഒരു വലിയ വലിയ ഹോട്ടലുകളാണ്, വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലുകളാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കറങ്ങി കണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ മിലാനിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ മിലാൻ കത്തീഡ്രൽ കാണാൻ തീരുമാനിച്ചു. ഇപ്പോൾ വരുന്നത് ഇവിടുത്തെ ഒരു പുരാതനമായ ട്രാമാണ്. ഈ പല സിറ്റികളെ തമ്മിൽ മിലാനിലെ തന്നെ പല സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ട്രാമുകൾ. ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമുക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ പിടിച്ചു. മെട്രോയിൽ ഒരു കുറച്ച് നേരമേ ഉള്ളൂ നമുക്ക് ദോമോയിലെ കത്തീഡ്രലിൽ എത്താൻ വേണ്ടിയിട്ട്. കത്തീഡ്രലിന് വേണ്ടി തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി. അതിന് ദോമോ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത്. ആ ദോമോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. അതിനുശേഷം നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ കറക്റ്റ് നേരെ ചെന്ന് ഇറങ്ങുന്നത് തന്നെ നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കത്തീഡ്രലിലെത്തി. ഇതാണ് കത്തീഡ്രൽ. നമ്മൾക്ക് ഇത്ര ദൂരെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാകത്തില്ല. അതിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ഗോതിക് ശൈലിയിൽ പണിത ഒരു കത്തീഡ്രലാണ്. ഇതാണ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലുള്ള പിയാച്ച, അതായത് സ്ക്വയർ. ഇവിടെയാണ് ഈ മിലാനിലുള്ള ഒരുമാതിരി പ്രധാനപ്പെട്ട ഫങ്ഷൻസും ഫെസ്റ്റുകളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഫുള്ള് ജനക്കൂട്ടത്തെ കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഭയങ്കര ആഘോഷങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. മിലാനെ കാണിക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു കത്തീഡ്രലും അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗവും ഒക്കെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ ചർച്ചാണിത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിലെ ഏറ്റവും വലിയ ചർച്ചാണിത്. ഇതാണ് കത്തീഡ്രലിൻ്റെ പുറകുവശം. ഇവിടെ ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുകയും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരെ പോലെ ചുറ്റും നടന്ന് ഇത് കണ്ടു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വലിയൊരു ക്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമയക്കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. 6 നൂറ്റാണ്ട് എടുത്തിട്ടാണ് ഈ കത്തീഡ്രൽ പണി കഴിപ്പിച്ച് തീർത്തതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗലേറിയ വിക്ടോറിയ എമ്മാനുവേലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാലറി. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനുള്ളിൽ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതാണ് ഇറ്റലിയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഫാഷൻ ഗാലറി. ഇത് ഇറ്റലിയിലെ രാജാവായിരുന്ന വിക്ടർ എമ്മാനുവേൽ സെക്കൻഡിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗല്ലേറിയ വിക്ടോറിയോ എമ്മാനുവേലെ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. ഇതിനുള്ളിൽ തന്നെ ഗൂച്ചി, അതുപോലെ ലൂയിസ് വിറ്റൺ, ഡിയോറോ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഷോപ്സുകൾ കാണാം. അതുപോലെ തന്നെ മിലാനിനെ ഒരു ഫാഷൻ സിറ്റി ആക്കുന്നതിൽ ഈ ഒരു ഗല്ലേറിയയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഗാലറിക്കുള്ളിലുള്ള ഒരു മാളാണ്. ഇതിനുള്ളിൽ കുറേ ബ്രാൻഡുകളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ താഴെ കാണുന്നത് പെർഫ്യൂമേരിയാണ്. പെർഫ്യൂംസ് ഒക്കെ കിട്ടും. ശേഷം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി. മുകളിലും ഒത്തിരിയേറെ ബ്രാൻഡുകളുടെ ഷോപ്സാണുള്ളത്. അതിൽ കയറി വിലയൊക്കെ നോക്കി ഇപ്പം കണ്ണു തള്ളി പോകുന്ന വിലയാണ്. ഓഫറുള്ള സീസണാണ് എങ്കിൽ പോലും നല്ല പൈസയുള്ള ബ്രാൻഡുകളാണ്. അതുകൊണ്ട് നമ്മളെല്ലാം നോക്കിയിട്ട് അതുപോലെ തന്നെ മണ്ടയ്ക്കോട്ട് പോയി. ഇതാണ് ഏറ്റവും റൂഫ് ടോപ്പ്. ഇവിടെ നമുക്ക് കുറേ ബ്രാൻഡുകളുടെ, അതായത് വൈനുകളും അത് ബാക്കിയുള്ള ബിവറേജസുകളും എല്ലാം കാണാൻ സാധിക്കും.
ഈ റൂഫ് ടോപ്പിൽ തന്നെ കഫറ്റീരിയകളും റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ നമുക്ക് ഈ ഡോമോയുടെ മോൾ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. ടിക്കറ്റ് എടുക്കാതെ അതുപോലെ തന്നെ ക്യൂ നിൽക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഡോർ കടന്ന് അപ്പുറത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡോമോ കാണാം. ഇതിൻ്റെ മോൾ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ നല്ലൊരു അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ കത്തീഡ്രലിൻ്റെ മുകളിൽ നമുക്ക് താഴെ നിന്ന് കയറാൻ സാധിക്കും. പക്ഷേ നമ്മൾ ക്യൂ നിന്ന് ഒരുപാട് ടൈം നമ്മുടെ പോകും. അതുകൊണ്ട് ഈസി ആയിട്ട് ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു. ഇന്നത്തെ നമ്മുടെ മിലാൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.